മധുരവും എരിവും പുളിയൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഓറഞ്ച് പുളിശ്ശേരി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല കിടിലൻ രുചിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ഓറഞ്ച് പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഒരു 5-10 വർഷം മുന്നേ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാരും കണ്ടു കാണില്ല, അതുകൊണ്ട് പിന്നെയും ഒന്ന് ഇടുകയാണ്. ഈ ഓറഞ്ച് പുളിശ്ശേരിക്ക് 3 ഓറഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഓറഞ്ചുകൾ നടുവെ കട്ട് ചെയ്ത് സ്കിന്നൊക്കെ കളഞ്ഞ് അതിൻ്റെ സീഡും കളഞ്ഞിട്ട് ഇതുപോലെ അല്ലികളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള വെള്ളപ്പാടുകളൊക്കെ നീക്കിക്കളയും, ഇല്ലെങ്കിൽ കയ്പ്പ് വരും. ഈ ഓറഞ്ച് പുളിശ്ശേരി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ മെയിൻ ഡിഷായിട്ടും എടുക്കാം. ചോറിലൊക്കെ നല്ല കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഓറഞ്ച് പുളിശ്ശേരി ഉണ്ടാക്കാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. എന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ പറയാം. ആദ്യം തന്നെ ഓറഞ്ച് ഒന്ന് വേവിച്ചെടുക്കണം. അതിനൊപ്പം ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ചീന്തിയിട്ട്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണിലേറെ ഉപ്പ് നമുക്ക് നോക്കിയിട്ടിടുക. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ച് ഒരു 4-5 മിനിറ്റേ വേണ്ടിയുള്ളൂ. തിളച്ചാൽ 4-5 മിനിറ്റ് ഒന്ന് വേവിച്ച്, അപ്പോഴേക്കും വെള്ളം ഈ 1/2 കപ്പ് വെള്ളം വറ്റി വരാതാണ്ട്. അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ മിക്സി ജാറിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് മഷി പോലെ അരച്ചെടുക്കുക. ആവശ്യത്തിന് ഇത്തിരി വെള്ളം ചേർക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി പുളിശ്ശേരിക്ക് പുളി വേണമല്ലോ, അതിനായിക്കൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ യോഗേട്ട്, തൈര് നമുക്കൊന്ന് മിക്സി ജാറിലിട്ടിരുന്ന് ആദ്യം അടിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. മസാലക്കൂട്ട്, അരപ്പ്, യോഗേട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ചട്ടിയിലോട്ട് വേവിക്കാനുള്ള ഓറഞ്ച്, പിന്നെ മസാലക്കൂട്ടുകൾ, പാകത്തിന് വെള്ളം എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് കയറ്റി വെക്കുക. തിളച്ച് വന്ന ഒരു 5 മിനിറ്റ് കൂടി വേണ്ടി വരും ഓറഞ്ചും മസാലയും വെന്ത് കൂറുകാൻ. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇത്തിരി വെള്ളത്തിൽ നമ്മൾ മിക്സി ജാറിന് കഴുകി ഒഴിക്കുക. വെള്ളം നോക്കി ഒഴിക്കണം, അധികം വെള്ളം വേണ്ടതില്ല. പുളിശ്ശേരി റെഡിയാവാൻ ഒരു 5 മിനിറ്റ് കൂടിയേ വേണ്ടുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അരപ്പ് ചേർത്ത് തിളച്ച ശേഷം ഒരു 2-3 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഉടച്ച് വെച്ച തൈര് ചേർക്കാനുള്ളൂ. അത് മിക്സി ജാറിലിട്ട് ഇറക്കാം, അല്ലെങ്കിൽ സ്പൂണിൽ അടിച്ചെടുത്താലും മതി. അത് ചേർത്ത് പിന്നെ തിളക്കാൻ നിൽക്കേണ്ടതില്ല. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ പുളിശ്ശേരി നന്നായി തിളച്ചിട്ടുണ്ട്. പുളിശ്ശേരി ആയിട്ടില്ല കേട്ടോ, ഇനി തൈരും കൂടി ചേർക്കാനുണ്ട്. ഇനി ഇപ്പം തന്നെ അതും കൂടി ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, ഉണക്കമുളക്, ഇത്തിരി ഉലുവ എല്ലാം കൂടി ഒന്ന് വറവിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാം ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഓറഞ്ച് പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.